ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സ്വാഗതം. അപ്പോൾ നമ്മുടെ കല്യാണം കാര്യങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് റമീസ് ഡേ ഇന്ന് പോവാണല്ലേ? അതെ, ഇന്ന് പോവാണ്, നേരെ കൊച്ചിയിലോട്ട് പോവാണ്. ഇന്ന് തിരിച്ച് കൊച്ചിക്ക് പോവാണ്. അവിടെ നിന്ന് ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ എന്താണ്? അവിടെ നിന്ന് ഇനി ഡൽഹിക്ക് വല്ലതും പോകണം. പ്ലാനിങ് ഒന്നും ഇല്ല ഗൈസ്, പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു പോക്കാണ്. അപ്പോൾ അങ്ങനെ പോകണ്ട, പ്ലാൻ ചെയ്തോ? കാരണം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എല്ലാം മുന്നിൽ കണ്ടു വെച്ചോ. എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നടക്കാറില്ല. അതേകൊണ്ട് പ്ലാനിങ് ഇല്ലാണ്ട് നമുക്കിപ്പോ ഒരു ഉദ്ദേശം കാണുമല്ലോ, അടുത്ത ട്രിപ്പ് നമ്മൾ എങ്ങോട്ടാണ്, അങ്ങനെ പ്ലാൻ ചെയ്ത് പോയി. അത് വേണം. അടുത്ത എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എവിടെ പോയാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും, അതൊക്കെ നോക്കി. നമ്മൾ നോർത്തൊക്കെ അല്ലേ, അപ്പൊ സൂക്ഷിച്ച് പോകണം, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നമ്മളെ പോലെ അല്ല, സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ വളരെ ചാൻസ് കൂടിയ സ്ഥലമാണ് ഈ നോർത്ത് പിന്നെ സ്റ്റേറ്റുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മളിതേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. അപ്പോൾ നിനക്ക് ഇവിടെ നിന്ന് ഒറ്റപ്പാലത്ത് ട്രെയിൻ എപ്പോഴാണ്? ട്രെയിന് 10:30-ക്കാണ്. 10:30 ട്രെയിനാണ്. 1.5 മണിക്കൂർ ഡിലേ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ട്രെയിനിൻ്റെ കറക്റ്റ് സമയത്ത് അവനെ കൊണ്ട് അവിടെ ആക്കി കൊടുക്കുക. നല്ല മഴക്കാറ് വരുന്നുണ്ടേ, അപ്പോൾ അതിന് മുമ്പേ ആളെ കൊണ്ടാക്കിയിട്ട് വരാം. പിന്നെ നിന്റെ ചാനലിൽ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം അപ്ലോഡ് ചെയ്യൂലേ? അപ്പോൾ പോകുന്ന കാര്യങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ഒറ്റപ്പാലത്തോട്ട് പോയി നോക്കാം അല്ലേ? ഓക്കെ. ഏതാണ് ബുക്ക് ചെയ്തേക്കുന്ന ട്രെയിന്? ഏത് ക്ലാസ്സാണ് അത്? സ്ലീപ്പർ. അപ്പോൾ സ്ലീപ്പറിലാണ്. എറണാകുളം വരെ അല്ലേ ഉള്ളൂ. അവിടെ നിന്ന് എറണാകുളം പോയിട്ട് അവിടെ നിന്ന് വേറെ ആരുണ്ട് കൂടെ? ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്? അപ്പോൾ ഈ സോളോ ട്രിപ്പാണ്. അപ്പോൾ ആളെന്തായാലും ഇത്തവണ സോളോ ട്രിപ്പ് പോയി വരും. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഇതിൽ കാണും. പിന്നെ ഇനി വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ട്രാവൽ ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്താൽ മതി. കൊളാബറേഷൻ ചെയ്തൊരു ട്രിപ്പ് പോവാം അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും മഴയ്ക്ക് മുമ്പ് നമുക്ക് നേരെ ഒറ്റപ്പാലത്തോട്ട് പോകാം അല്ലേ? ഗെയ്സ്, അങ്ങനെ അതേ നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തിയിട്ടുണ്ടല്ലേ? 10:15 ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി മഴ. നമുക്ക് ആ പ്ലാറ്റ്ഫോമിലല്ലേ പോകണേ? അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി മഴ, പിടുത്തം വിട്ട മഴയായിരുന്നു. ഗെയ്സ്, നനഞ്ഞതാ ഒരു കോലമായിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ട്രെയിനിൻ്റെ കാര്യമല്ലേ, അപ്പോൾ ചിലപ്പോൾ നേരത്തെ ആവും, ചിലപ്പോൾ അല്ലെങ്കിൽ ഡിലേ ആവും. അപ്പോൾ എത്തേണ്ട സമയത്ത് നമ്മൾ എത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബസ്സിനൊന്നും കയറാൻ നിന്നില്ല. വന്ന വഴിക്ക് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സിന് കയറിയാൽ ബസ് പിന്നെ മഴയായതുകൊണ്ട് അതും മെല്ലെ തന്നെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരെ ബൈക്കിൽ തന്നെ വരാമെന്ന് വിചാരിച്ച് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പ്ലാറ്റ്ഫോം അപ്പുറത്ത് വിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം വന്നിട്ടല്ലേ? അങ്ങനെ ഏതായാലും പിന്നെ ഇവരെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പോകണം. എന്നാൽ പിന്നെ ഞാൻ പോട്ടാ. അപ്പോൾ ഓക്കെ, ഏതായാലും നീ എറണാകുളം എത്തിയിട്ട് വിളിക്കും. ഓക്കെ, അപ്പോൾ ശരി. എന്നാൽ അപ്പോൾ വരാറായില്ലേ? ട്രെയിൻ വരാറായില്ലേ? അപ്പോൾ 10:30 ആയിട്ടുണ്ട്. ട്രെയിനിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ പോയി എന്നാൽ. ഓക്കെ, നീ വിളിക്കും. ഓക്കെ. അങ്ങനെ അവനവിടെ ആക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ തിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടെ നമ്മുടെ 2ാം കല്യാണമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കൂടിയ കല്യാണത്തിൻ്റെ 2ാം കല്യാണമാണ്. അപ്പോൾ ഏതായാലും അവരൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പം വീട്ടിൽ പോയിട്ട് വേണം എനിക്കും ഇനിയൊന്ന് കുടിച്ച് റെഡിയായി ഒരുങ്ങാൻ. ഏതായാലും നല്ല നനഞ്ഞ് പിന്നെ നല്ലപോലെ ഇതായിട്ടുണ്ട്, കോലായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ ഞാൻ റമീസിനെ ഇറക്കിയിട്ട് തിരിച്ച് വരുമ്പഴി അടിപൊളി കാഴ്ചയുണ്ട്. അതായത് മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ ആ മലൻ്റെ മുകളിലൊക്കെ കോടമഞ്ഞിറങ്ങിയിട്ട് കണ്ടില്ലേ? അടിപൊളി ഒരു സീനറി കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ കാണിച്ചെന്താണ്, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചിലപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണുന്ന ആൾക്കാരോ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നോക്കാം, നമ്മൾ പുക പോകുന്നത് പോലെ മഞ്ഞിങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. ആ കാണുന്നത് അനങ്ങമലയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അനങ്ങമല പാറ അവിടെ മുതൽ അങ്ങനെ ആ ഒരു സ്ഥലം വരെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ട മനോഹരമായ കാഴ്ച, നെൽപ്പാടം, അവിടുത്തെ കുറച്ച് കാലികൾ മേയുന്നുണ്ട്. പിന്നെ അതേ നല്ല മഞ്ഞ് കണ്ടില്ലേ? അടിപൊളി, കാണാൻ നല്ലൊരു സീനറിയാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണിച്ചതാണ്. അങ്ങനെ ഞാൻ വീടെത്തി. പിന്നെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അളിയാതെ അവിടെ ഉണ്ട്, നമ്മളതേ എല്ലാവരും ഇവിടെ ഉണ്ട്. എங்கே പോകുതുടാ? എங்கே പോകുത്? എங்கே? കല്യാണത്തിക്കാ? എന്നാ അങ്ങനെ അതേ കാറിൽ ഞങ്ങൾ 5 ആളും കൂടി ചേർന്നിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അളിയന് പിന്നെ വാപ്പത ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, ഉമ്മായും ഞാനും ചക്കരയും പുറകിൽ. അപ്പോൾ ചക്കരയുടെ ഉമ്മായും സോഫിത്തായും കുട്ടികളൊക്കെ ബസ്സിൽ വരുന്നുണ്ട്. ബേക്കിൽ തന്നെ 2-3 ബസ്സുകൾ വരുന്നുണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ. അപ്പോൾ എല്ലാവരും പാട് കാറിൽ പോകാത്തതുകൊണ്ട് ഞങ്ങളിതേ ഒരു കൂടെ ബസ്സിൽ അങ്ങോട്ട് മുന്നേ പോവുകയാണ്. അങ്ങനെ നമ്മളിതേ ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട്. ചക്കരത അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ മുന്നേ പോയോ? അപ്പോൾ ഇവിടെ അളിയാൻ വരുന്നുണ്ട് ഇവിടെ നിന്ന്. ഇതെവിടെ സ്ഥലം? എവിടെ ചക്കര? ഇത് മനുഷ്യരിയോ? തൃക്കക്കോടല്ലേ?
വള്ളൂനാട് അടുത്തല്ലേ? വള്ളൂനാട് അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറി വെക്കാം. ചെക്കനും പെണ്ണൊക്കെ അവിടെ ഉള്ളിലുണ്ടാവും. അവിടെ വെള്ളം കുടിക്കാൻ കാണുന്ന ഒരു തിരക്കാണ് അവിടെ കാണുന്നത്. കാര്യമായിട്ട് ചൂടൊന്നുമില്ലെന്നാലും പിന്നെ വരുമ്പോൾ പിന്നെ എല്ലാവരും റിസപ്ഷൻ, അതായത് വെൽക്കം ഡ്രിങ്ക് കുടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയാണ്. വെള്ളം കുടിക്കാനുള്ള ചൂടൊന്നുമില്ല. അതിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് കാര്യമായിട്ട് ചൂടൊന്നുമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണേ. ചക്കര ഇവിടുത്തെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചക്കര ഇന്നെന്താ കഴിക്കണം? ഇന്നലത്തെ സെയിം സാധനം തന്നെ. സൂർ ബിരിയാണി ചക്കരയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഞാൻ അത് കഴിച്ചില്ല. അത് എടുത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഉണ്ട്. ഉമ്മയും പപ്പയും അവിടെ കഴിക്കുന്നു. സോഫിയത്തെ കഴിച്ചു കഴിഞ്ഞു. അളിയൻ കഴിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഉമ്മ പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ജിഞ്ചർ കേട്ടോ. അപ്പം ഇവിടെ എന്താ സാധനം? പൈനാപ്പിൾ ചായ അല്ലേ? പൈനാപ്പിൾ ചായയും പോപ്കോണും കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നും ഇങ്ങനെ കഴിക്കലൊന്നുമില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു പിന്നെ ഒരു ഇതല്ലേ കഴിച്ചു വെക്കാൻ. കണ്ടപ്പോൾ കഴിച്ചു വെക്കാൻ ഒരു പൂതി തോന്നിയിട്ട് അതാ കഴിച്ചു വെക്കുന്നുണ്ട്. പൈനാപ്പിൾ ചായ എങ്ങനെയുണ്ട്? മധുരം ഇട്ടിട്ടില്ല ഇതിൽ? ഫ്ലേവർ ഉണ്ടല്ലേ? പൈനാപ്പിൾ, ഇഞ്ചി, പിന്നെ മിൻറ്റ്, ലെമന്, ഹണി എല്ലാത്തിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. പൈനാപ്പിൾ ചായ ആണോ? കുടിച്ചോ? ഡാൻസ് കളിച്ചോ? അത് ശരി. അപ്പോൾ നമ്മളിത് ഇവിടെ ഫുഡ് കഴിച്ച് ഇറങ്ങിയ ടൈമിലൂടെ ഡാൻസ് എന്തൊക്കെയോ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉമ്മായി ചക്കരയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പുറത്ത് കാണുന്നതൊക്കെ പോപ്കോണ്, അതേപോലെ നമ്മളെ പഞ്ഞിമുട്ടായി, അത് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങാനുള്ളൊരു തിരക്കാണ് ഇവിടെ മുഴുവൻ കാണുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ട് പിന്നെ സെൽഫി എടുക്കുന്നുണ്ട്. ഉമ്മാടെയും ചക്കരയുടെയും സഫീത്തയുടെയൊക്കെ ഇപ്പോൾ അതാ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി. അൽഹംദുലില്ലാഹ് സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മായും പാപ്പായും അതാ അവിടെ ഉണ്ട്. അളിയൻ പിന്നാടെ വരുന്നുണ്ട്. ചക്കര കയ്യിലെന്താ? പാലാ? അപ്പോൾ ജംഗ്ഷനിൽ നിന്ന് പാലൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു പാപ്പ? ഉഷാറായിരുന്നല്ലേ? ഫുഡൊക്കെ ഉഷാറായിരുന്നല്ലേ? ഫുഡെല്ലാം ഉഷാറായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. ഇന്നലത്തെ പോലെ അല്ലേ? വെള്ളം, ചായ, കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ഉമ്മത് അവിടെ ഉണ്ട്. ഇന്ന് ബിരിയാണി ഒന്ന് ക്ഷീണിച്ചാ? ബിരിയാണി എന്ന് പറയുന്നത് മയക്കുമരുന്നിന് തുല്യമായ സാധനമാണ്. കാരണം കഴിച്ചാൽ വേഗം ക്ഷീണിച്ചു. എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ചക്കരതെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. കല്യാണമൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.